വളരെ സന്തോഷമുണ്ട്. പിന്നെ പ്രസംഗമായിട്ട് സമയം പോകണ്ട, ചെറുതായിരിക്കും. അത്യാവശ്യം പ്രസംഗം എന്ന് പറയുന്നത് പ്രസംഗിക്കാറുള്ളല്ലോ, നമ്മുടെ നാട്ടുകാർ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നല്ലോ, പുതിയ സ്കൂളല്ലല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാൽ തന്നെ ഈ സ്കൂളിനെ പറ്റി രണ്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത് ഏതാണ്ട് സെഞ്ചുറി അടിച്ച ഒരു സ്കൂളാണ്. അപ്പോൾ അതിനെപ്പറ്റി ആളുകൾ പറഞ്ഞു അല്ലാതെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇത് ഈ സ്കൂള് എൻ്റെ മുത്തശ്ശന്മാർ അച്ഛൻ്റെ അച്ഛനെ ശ്രീ നീലകണ്ഠൻ വലിയച്ഛൻ കുഞ്ഞിരാമൻ തുടങ്ങിയവർ കൂടി ചേർന്ന് ആരംഭിച്ച ഒരു സ്കൂളാണ്. അന്നൊന്നും വിദ്യാഭ്യാസം ഇതുപോലെ എല്ലാവർക്കും അലൗഡല്ല. ആരും സ്കൂളിൽ പോകാൻ പിള്ളേർ ആരും കണക്കേടാറില്ല. എല്ലാവരും പോയി കളിച്ചോണ്ടോ അതൊക്കെ നടക്കും. അപ്പോൾ അങ്ങനെ ഇരുന്ന സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാക്കിയ സ്കൂളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് തുടങ്ങുന്നത് പറയുന്നത് കഴിയുന്നില്ല. കുട്ടികൾക്കൊക്കെ അങ്ങനെ കുറേശ്ശെ അവരത് കണ്ട് പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇത് ഏതാണ്ടൊരു 3 വർഷത്തേക്ക് വിജയകരമായിട്ട് നടത്തിക്കൊണ്ട് പോരുന്ന ഒരു ഇതാണ്. ഇതിൽ എൻ്റെ അച്ഛൻ അഡ്വക്കേറ്റ് ഗോപാലൻ, അദ്ദേഹം അവൻ്റെ അമ്മ അവരുടെ പങ്ക് വളരെ വലുതാണ്. അത് ഈ സ്കൂള് എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവൻ തന്നെയായിരുന്നു. നമ്മുടെ സ്കൂളിൽ ഒരു ദിവസം പോലും വന്ന് കാര്യങ്ങളും നോക്കാതെ പോകുന്ന പ്രശ്നം ഒതുങ്ങിയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയാണ് ടീച്ചറായിരുന്നു. സ്കൂളിലെ ജോലി കഴിഞ്ഞിട്ട് ഇവിടെ മോശമായ കുട്ടികളെ പ്രത്യേകം ഇരുത്തി പഠിപ്പിച്ച് അവരെ വീട്ടിൽ കൊണ്ട് വിടുന്ന ഒരു സ്വഭാവം കണ്ടിട്ടുണ്ടായി. അതുകൊണ്ട് ഈ സ്കൂളുകളിൽ പ്രത്യേകത എല്ലാം എവിടെ വന്നാലും ഞങ്ങൾ ഇവിടുത്തെ പഴയ സ്റ്റുഡൻസാണ്. അത് പറയുന്ന ആളുകൾക്ക് വളരെ അഭിമാനമുണ്ട്. എൻ്റെ അമ്മയെ പറ്റി എല്ലാവർക്കും വളരെ അഭിമാനവും റെസ്പെക്റ്റും. പുള്ളി എല്ലാവരെയും സഹായിക്കുകയും കുട്ടികളെ ആണെങ്കിലും നാട്ടുകാരെ ആണെങ്കിലും സഹായിക്കുന്ന രീതിയിലുള്ള അമ്മയാണ്. ഇപ്പോഴങ്ങനെയുള്ള അമ്മമാരെ കാണാൻ വളരെ പ്രയാസം. സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് തന്നെ വരാൻ വലിയ പ്രയാസമാണ്. അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പ്രയാസം. പറ്റുമെങ്കിൽ കുറച്ച് സമയം നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഒരു സ്കൂളാണ്. പിന്നെ ഇപ്പം അച്ഛൻ്റെ കാലശേഷം എൻ്റെ ഇളയ ബ്രദർ ഡോക്ടർ ശ്രീനിവാസ് ഗോപാൽ അദ്ദേഹമാണ് ഇത് നടത്തിക്കൊണ്ടുപോകുന്നത്. സമയമില്ലെങ്കിലും ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന്. അതുകൊണ്ട് പഴയതുപോലെ അഡ്മിനിസ്ട്രേഷനിലൊന്നും എൻ്റെ അമ്മയും അച്ഛനും ഇൻവോൾവ് ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല. അതിനു വേണ്ടി ആവശ്യമാണ്. ഏതാണ്ട് താഴെ വീഴുന്ന ഒരു കണ്ടീഷൻ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഉടനെ തന്നെ അത്യാവശ്യമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യണമെന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുമാൻ്റെ മകളാണ് ഡോക്ടർ സീത ശ്രീനിവാസ്. അവളാണ് ഇതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചത്. എല്ലാ കാര്യങ്ങളും കൂടി നടത്തി എൻ്റെ സാക്ഷ്യം വായിക്കുകയും മറ്റുമൊക്കെ ചെയ്തത് അവളാണ്. അവളൊരാളുള്ളത് കൊണ്ടാണ് കൂടി ഒന്നും ചെയ്യാൻ പറ്റിയത്. അതിങ്ങനെ തിരുമറി പടത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷം. പിന്നെ ഉള്ളത് ഇത് സീതയെ സഹായിച്ച എഞ്ചിനീയർ വെരി സിൻസിയർ മാൻ. അവര് ഈ തിരുവനന്തപുരത്ത് 3 ദിവസം വന്ന് സൂപ്പർവൈസ് ചെയ്ത് സഹായിച്ചത് കൊണ്ടാണ് കേട്ടോ ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നത്. അതിലും വളരെ നന്ദി. അപ്പം ഇവരുടെ എല്ലാം സേവനമുള്ള അഭിമാനത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ നാട്ടുകാരാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും എല്ലാവരും വളരെയധികം സഹായിച്ചതുകൊണ്ട് നടക്കുകയല്ല, ഒരാളുടെ കഴിവുകൊണ്ട് നടക്കത്തില്ല. അപ്പോൾ അത് കാരണം ഇത് ഈ സമയത്ത് ഇത് വന്ന് എനിക്ക് അധ്യക്ഷസ്ഥാനം വഹിച്ച് 2 വാക്ക് പറയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം.